ഗുഡ് മോർണിംഗ് ഡിയർ സ്റ്റുഡൻസ്. ഇന്ന് നമുക്ക് നിങ്ങളുടെ ടെക്സ്റ്റിൽ തന്നെയുള്ള ഒരു പ്രോബ്ലം നമുക്കിന്നൊന്ന് ചെയ്യാം. അപ്പോൾ ആ ടെക്സ്റ്റിൽ അത് കൃത്യമായിട്ട് അത് സോൾവ് ചെയ്തിട്ടില്ല. അപ്പോൾ അതെങ്ങനെയാണ് ആ ഒരു ആൻസറിൽ എത്തിച്ചേർന്നതെന്ന് നമുക്ക് നോക്കാം. അതൊരു ഇല്ലുസ്ട്രേഷനായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. 1.22 പേജ് നമ്പർ 1.22 ഇതുപോലെ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. സോ ക്വസ്റ്റ്യൻ ഇതാണ്: ഫൈൻഡ് the number of ways in which a pack of 52 cards be divided equally among 4 persons sitting in a round table. So this is the question. അപ്പോൾ ആ ക്വസ്റ്റ്യനിൽ ആ കറക്റ്റ് ആൻസർ മാത്രമേ അതിനകത്ത് കൊടുത്തിട്ടുള്ളൂ. അത് എങ്ങനെയാണ് അത് സോൾവ് ചെയ്തിരിക്കുന്നത് എന്നുള്ളത് വ്യക്തമായിട്ട് അതിൽ ചെയ്തിട്ടില്ല. ക്വസ്റ്റ്യൻ ഒന്ന് മനസ്സിലാക്കാം. നമുക്കറിയാം, ഒരു പാക്ക് ഓഫ് കാർഡ്സിൽ മൊത്തം 52 കാർഡ്സ് ആണുള്ളത്. അപ്പോൾ അതിൽ ഐറ്റംസ് ഏതൊക്കെയാണെന്നൊന്നും നമ്മളിപ്പോൾ തൽക്കാലം അറിയണ്ട. 52 കാർഡ്സ് ഉണ്ട്. അത് നമുക്ക് ഈക്വൽ ആയിട്ട്, അതായത് 13 വെച്ച് 52/4 13 വെച്ച് 4 പ്ലെയേഴ്സിന് നമുക്ക് ഷഫിൾ ചെയ്ത് കൊടുക്കണം. പക്ഷെ അവരിയ്ക്കുന്നത് എവിടെയാണ്? ദേ ആർ സിറ്റിംഗ് ഇൻ എ റൗണ്ട് ടേബിൾ. അവരിയ്ക്കുന്നത് റൗണ്ട് ടേബിളിന് മുമ്പിൽ നിന്നിട്ടാണ് ഈ പറയുന്ന കാർഡ്സ് പ്ലേ ചെയ്യുന്നത്. അപ്പൊ എത്ര രീതിയിൽ നമുക്ക് ഇതിനെ ഡിവൈഡ് ചെയ്ത് കൊടുക്കാം? സോ ദാറ്റ് ഈസ് ദ ക്വസ്റ്റ്യൻ. ഞാൻ ഒന്നുകൂടെ പറയാം. 52 കാർഡ്സ്, ഒരു പാക്ക് ഓഫ് കാർഡ്സിൽ 52 കാർഡ്സ് ഉണ്ട്. ഈ 52 കാർഡ്സിന് നമ്മൾ 4 പ്ലെയേഴ്സിന്, 4 പ്ലെയേഴ്സ്, ഒരു റൗണ്ട് ടേബിളിൽ ഇരിക്കുന്ന 4 പ്ലെയേഴ്സിന് ഈക്വൽ ആയിട്ട് 13 വെച്ച് നമുക്ക് എങ്ങനെയൊക്കെ എത്ര രീതിയിൽ നമുക്ക് ഡിവൈഡ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു ക്വസ്റ്റ്യനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ നിങ്ങൾ 2 പ്രിൻസിപ്പിൾസും അപ്ലൈ ചെയ്യണം. ഒന്ന് കോമ്പിനേഷന്റെ പ്രിൻസിപ്പിൾ, 2 പെർമ്യൂട്ടേഷന്റെ പ്രിൻസിപ്പിൾ. ഓക്കെ, അപ്പൊ നമുക്കിതൊന്ന് സോൾവ് ചെയ്യാൻ ശ്രമിക്കാം. ഞാൻ ഇതൊന്ന് മാച്ചിട്ട് സോൾവ് ചെയ്യാം. അപ്പൊ നമുക്കറിയാം, നമുക്ക് മൊത്തം 52 കാർഡ്സ് ആണുള്ളത്. അതിനെ വേണം നമ്മൾ 4 പ്ലെയേഴ്സിന്. ഞാൻ ആദ്യത്തെ പ്ലെയറിന് P1 എന്ന് കൊടുക്കുന്നു, രണ്ടാമത്തെ പ്ലെയർ P2 എന്ന് കൊടുക്കുന്നു, മൂന്നാമത്തെ പ്ലെയറിന് P3 എന്ന് കൊടുക്കുന്നു, നാലാമത്തെ പ്ലെയറിന് P4 എന്ന് കൊടുക്കുന്നു. 4 പ്ലെയേഴ്സ് ഉണ്ട്. ഈ 4 പ്ലെയേഴ്സിന് നമ്മൾ ഈക്വൽ ആയിട്ട് വീതിച്ച് കൊടുക്കുന്നു. അപ്പൊ ആദ്യം നമ്മൾ 13 എടുത്തിട്ട് ആദ്യത്തെ പ്ലെയറിന് കൊടുക്കുന്നു. സോ വി ആർ ടേക്കിംഗ് 52C13. മനസ്സിലായിട്ടുണ്ട്? മൊത്തം 52 കാർഡ്സ് ഉണ്ട്. 52 കാർഡിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു? ആദ്യം 13 കാർഡ് എടുത്ത് ആർക്ക് കൊടുക്കുന്നു? പ്ലെയർ 1ന് കൊടുക്കുന്നു. അപ്പൊ പ്ലെയർ 1ന്റെ ആ ഒരു കോമ്പിനേഷൻ എന്ന് പറയുന്നത്, കാർഡ്സിന്റെ സെലക്ഷൻ എന്ന് പറയുന്നത് 52C13 ആണ്. യാതൊരു സംശയമില്ല. സോ 13 കാർഡ്സ് ഇപ്പൊ നമ്മൾ ആർക്ക് കൊടുത്തു? പ്ലെയർ 1ന് കൊടുത്തു. അപ്പൊ 13 കാർഡ്സ് കൊടുത്തു കഴിഞ്ഞാൽ 52 കാർഡ്സിൽ ഇനി ബാക്കി എത്ര കാർഡ്സേ ഉള്ളൂ? 39 കാർഡ്സ്. ആ 39 കാർഡിൽ നിന്ന് ഒരു 13 കാർഡ് എടുത്ത് ആർക്ക് കൊടുക്കുന്നു? P2ന് കൊടുക്കുന്നു. സോ ഇറ്റ് ഈസ് വെരി ക്ലിയർ. സോ നമുക്ക് മൊത്തം 52 കാർഡാണ് ഉണ്ടായിരുന്നത്. ആ 52 കാർഡിൽ 13 കാർഡ് എടുത്ത് ആർക്ക് കൊടുത്തു? ആദ്യത്തെ പ്ലെയറിന് കൊടുത്തു. ദെൻ ബാക്കി 52 നിന്ന് 13 പോയിട്ട് ബാക്കി 39 നിന്ന് 13 എടുത്ത് നമ്മൾ ആർക്ക് കൊടുത്തു? രണ്ടാമത്തെ പ്ലെയറിന് കൊടുത്തു. ഇനി ബാക്കി 39 നിന്ന് 13 പോയിട്ട് ബാക്കി എത്ര? 26 കാർഡ്സ് ബാക്കിയുണ്ട്. ആ 26 കാർഡ്സിൽ നിന്ന് 13 കാർഡ്സ് എടുത്ത് ആർക്ക് കൊടുത്തു? പ്ലെയർ 3ക്ക് കൊടുത്തു. ദെൻ ബാക്കി ഇനി എത്ര കാർഡ്സേ ഉള്ളൂ? 13 കാർഡ്സേ ഉള്ളൂ. 13 കാർഡ്സിൽ നിന്ന് 13 കാർഡും ആർക്ക് തന്നെ കൊടുക്കുന്നു? പ്ലെയർ 4ന് കൊടുക്കുന്നു. സോ ദിസ് ഈസ് ദ ഫസ്റ്റ് സ്റ്റേജ്. ഇതാണ് ഇതിന്റെ ഈ പ്രോബ്ലം സോൾവ് ചെയ്യുന്നതിന്റെ ആദ്യത്തെ സ്റ്റേജ്. സോ പ്ലെയർ ഫസ്റ്റിന്റെ സെലക്ഷൻ എന്ന് പറയുന്നത് 52C13, പ്ലെയർ സെക്കൻഡിന്റെ സെലക്ഷൻ എന്ന് പറയുന്നത് 39C13, പ്ലെയർ തേർഡ് 26C13, പ്ലെയർ 4ന്റേത് 13C13. അപ്പൊ നമുക്ക് എഴുതാം, നമ്പർ ഓഫ് വേസ് ഈസ് ഈക്വൽ ടു, നമ്പർ ഓഫ് വേസ് എന്ന് പറയുന്നത് 52C13. 52C13 നമ്മൾ എങ്ങനെ എഴുതും? 52 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ R ഫാക്ടോറിയൽ ഇൻറ്റു 13 ഫാക്ടോറിയൽ ഇൻറ്റു 52 മൈനസ് 13 ഫാക്ടോറിയൽ. 52 മൈനസ് 13 ഫാക്ടോറിയൽ എന്ന് പറയുന്നത് എത്രയാണ്? 39 ഫാക്ടോറിയൽ. അപ്പൊ ഇതാണത് ഫസ്റ്റ്. 52C13 ആണ് ഞാൻ ഇവിടെ എഴുതിയിരിക്കുന്നത്. 52C13 ഈസ് ഈക്വൽ ടു 52 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ 13 ഫാക്ടോറിയൽ ഇൻറ്റു 39 ഫാക്ടോറിയൽ ഇൻറ്റു രണ്ടാമത്തെ പ്ലെയറിന്റെ 39 ഫാക്ടോറിയൽ. 39 factorial divided by 13 factorial into 39 minus 13 factorial, that is 26 factorial.
Okay, so this is for the second. There is 39C13 derivation value ആണ് നമ്മൾ ഇവിടെ എഴുതിയിരിക്കുന്നത്. 39 factorial divided by 13 factorial into 26 factorial into 26 factorial divided by 13 factorial into 13 factorial. 26 factorial divided by 13 factorial, that is r factorial into n minus r. 26 minus 13, that is 13 factorial into 13C13. 13C13 is equal to 13 factorial divided by 13 factorial into 13 minus 13 factorial, that is equal to 0 factorial. 0 factorial is equal to 1. Okay, so from this, you can cancel the elements. നമുക്ക് ഇവിടെ നിന്നാണ് ഈ 39 factorial നമുക്ക് ക്രോസ് ചെയ്യാം, 26 factorial നമുക്ക് ക്രോസ് ചെയ്യാം, and this 13 factorial and this 13 factorial will get also cancelled. So what is the answer? Answer 52 factorial divided by 13 factorial into 13 factorial into 13 factorial into 13 factorial. നമുക്ക് ഇങ്ങനെ എഴുതാം, 13 factorial raised to 4. 13 factorial raised to 4. Okay, so 52 factorial divided by 13 factorial raised to 4. Okay, അപ്പോൾ this is the application of combination. ഇത്രയും ഭാഗത്ത് നമ്മൾ കോമ്പിനേഷൻ ആണ് അപ്ലൈ ചെയ്തിരിക്കുന്നത്. പക്ഷെ അവർ ചോദിച്ചിരിക്കുന്ന വെയ്സ് ആണ്. വെയ്സ് എന്ന് പറയുമ്പോൾ നോക്കി, we have 4 players. നമുക്ക് 4 players ഉണ്ട്. ഈ 4 players-ന് ഈക്വൽ ആയിട്ടാണ് നമ്മൾ 13 കാർഡ് ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്നത്. ക്ലിയർ അല്ലേ? അതിന്റെ അർത്ഥം P1 കൊടുക്കുന്ന 13 വേണമെങ്കിൽ P2 കിട്ടാം, P3 കിട്ടാം, P4 കിട്ടാം. അതുപോലെ P2 കൊടുക്കുന്നത് P1 കിട്ടാം, P3 കിട്ടാം, P4 കിട്ടാം. സോ വി ക്യാൻ ഹാവ് എ നമ്പർ ഓഫ് വേസ് ലൈക്ക് 4 ഫാക്ടോറിയൽ വേസിൽ വീണ്ടും അറേഞ്ച് ചെയ്യാം. യു ക്യാൻ അറേഞ്ച് ദ സെയിം ഇൻ 4 ഫാക്ടോറിയൽ വേസ് ഓൾസോ. 4 ഫാക്ടോറിയൽ വേസ് ഓൾസോ. സോ യു വിൽ ഹാവ് ടു മൾട്ടിപ്ലൈ ദ ഡിനോമിനേറ്റർ വിത്ത് 4 ഫാക്ടോറിയൽ. അത് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ഏതുകൂടെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക? 4 ഫാക്ടോറിയലും കൂടെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. So that is 4 factorial. That means ഇത് കോമ്പിനേഷൻ ആണ്. പിന്നെ രണ്ടാമത് നമ്മൾ പെർമ്യൂട്ടേഷനിലോട്ടാണ് പോകുന്നത്. പെർമ്യൂട്ടേഷനിൽ ഈ പറയുന്ന 13 കാർഡ്സ് തന്നെ ഈക്വൽ ആയിട്ട് കൊടുക്കുന്ന 13 കാർഡ്സ് തന്നെ പല രീതിയിൽ അത് അറേഞ്ച് ചെയ്യാം. അത് 4 ഫാക്ടോറിയൽ രീതിയിൽ അറേഞ്ച് ചെയ്യും. അപ്പൊ ടോട്ടൽ ബേസ് എന്ന് എന്ത് ചെയ്യുക? അതിന്റെ ഡിനോമിനേറ്ററിൽ 4 ഫാക്ടോറിയൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. പിന്നെ ആ ക്വസ്റ്റ്യൻ അവസാനം പറയുന്നു, അവരിയ്ക്കുന്നത് ഒരു റൗണ്ട് ടേബിളിലാണ്. അവരിയ്ക്കുന്നത് ഒരു റൗണ്ട് ടേബിളിലാണ്. റൗണ്ട് ടേബിളിലാണെങ്കിൽ സർക്കുലർ പെർമ്യൂട്ടേഷൻ ആണ് അപ്ലൈ ചെയ്യേണ്ടത്. Circular permutation pragaram, what is the total arrangement? N minus 1 ways. N minus 1 ways. So we have 4 players. 4 players are n is equal to 4. 4 minus 1, that is 3. 3 factorial. You will have to multiply the same with the 3 factorial ways. So the final answer is 52 factorial divided by 13 factorial raised to 4 into 4 factorial into 3 factorial. ഇങ്ങനെയാണ് ഈ ആൻസർ അതിലെത്തിയിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ടെക്സ്റ്റിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഡയറക്റ്റ് ആയിട്ട് ആൻസർ മാത്രമേ തന്നിട്ടുള്ളൂ. പക്ഷെ ഈ രീതിയിലാണ് നമ്മൾ ഇതിന്റെ ആൻസർ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ ഇതൊന്ന് വീഡിയോ നിങ്ങളൊന്ന് കണ്ടിട്ട് ആ രീതിയിൽ നിങ്ങളൊന്ന് ആൻസർ ചെയ്യുക. സോ ദിസ് ഈസ് ദ ആൻസർ. ഈ ആൻസർ ടെക്സ്റ്റിൽ തന്നിട്ടുണ്ട്. ഈ ആൻസർ കിട്ടുന്ന രീതിയാണ് ഞാൻ ഈ എക്സ്പ്ലെയിൻ ചെയ്തത്. Okay, thank you. Okay, students, ഈ കോമ്പിനേഷനിൽ തന്നെ നിങ്ങളുടെ ടെക്സ്റ്റ് ഇല്ലാത്തവർ ഇത് എഴുതിയാൽ മതി. ടെക്സ്റ്റിനകത്ത് പേജ് നമ്പർ 1.27 ഇതുപോലെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. So this is the question. So how to solve this question? So question is, a polygon has 27 diagonals. A polygon has 27 diagonals. You know, എന്താണ് പോളിഗൺ എന്ന് നിങ്ങൾക്ക് അറിയാം. ബഹുഭുജങ്ങൾ അല്ലേ, ക്ലോസ്ഡ് ആയിട്ടുള്ള ലൈൻസ്. ഇപ്പൊ ട്രയാങ്കിൾ ഈസ് എ പോളിഗൺ, സ്ക്വയർ ഈസ് എ പോളിഗൺ. അപ്പൊ അതിനകത്ത് വേണമെങ്കിൽ യു ക്യാൻ ഹാവ് എ പെന്റഗൺ, 5 ലൈൻസ്. സോ ഇറ്റ്സ് ക്ലോസ്ഡ് ടുഗദർ. ഇപ്പൊ ഇതിനെയൊക്കെയാണ് നമ്മൾ പോളിഗൺസ് എന്ന് പറയുന്നത്. സോ പോളിഗൺസ് ക്ലോസ്ഡ് ലൈൻസ്. ഇപ്പൊ ട്രയാങ്കിൾ ഈസ് എ പോളിഗൺ. ബഹുഭുജങ്ങൾ നമ്മൾ മലയാളത്തിൽ പറയും. ഓക്കെ, അത് നിങ്ങൾക്ക് അറിയാം, നമ്മൾ ട്രിഗണോമെട്രി ഒക്കെ പഠിച്ചിട്ടുള്ളവരാണ്. സോ യു നോ വാട്ട് ഈസ് എ പോളിഗൺ.
പോളിഗണിന് 27 ഡയഗണൽസ് ഉണ്ട്, വികർണങ്ങൾ, സൈഡല്ല വികർണങ്ങൾ, കർണങ്ങൾ. ഓക്കെ, എങ്കിൽ അതിന് എത്ര സൈഡ്സ് ഉണ്ടെന്നാണ് ക്വസ്റ്റ്യൻ. ഫൈൻഡ് ദ നമ്പർ ഓഫ് സൈഡ്സ്. സോ യു ഹാവ് ഗിവൺ ഓൺലി 27 ഡയഗണൽസ് ഫോർ എ പോളിഗൺ ആൻഡ് യു നീഡ് ടു ഫൈൻഡ് ഔട്ട് ദ നമ്പർ ഓഫ് സൈഡ്സ്. അതിന് എത്ര വശങ്ങൾ ഉണ്ടെന്നുള്ളത് നമ്മൾ കണ്ടെത്തണം. ഓക്കെ, അപ്പൊ നമ്മൾ അതെങ്ങനെയാണ് സോൾവ് ചെയ്യുന്നത്? ഫോർ എക്സാമ്പിൾ, when you are taking a triangle, example triangle is a polygon. ട്രയാങ്കിൾ എന്ന് പറയുന്നത് ഒരു പോളിഗൺ ആണെന്ന് ഞാൻ പറഞ്ഞു, ക്ലോസ്ഡ് ലൈൻസ് ആണ്. ട്രയാങ്കിൾ എടുത്തു കഴിഞ്ഞാൽ ദിസ് ട്രയാങ്കിൾ ഈസ് ഹാവിംഗ് 3 സൈഡ്സ്. ഈ 3 സൈഡ്സിനോടൊപ്പം തന്നെ വി ആർ ഹാവിംഗ് 3 വെർട്ടീസസ്. 3 വെർട്ടീസസ്. അപ്പൊ എത്ര സൈഡ് ഉണ്ടോ അത്രയും വെർട്ടീസസും ഉണ്ടാവും. എത്ര സൈഡ്സ് ഉണ്ടോ ഒരു പോളിഗണിന്, എത്ര സൈഡ്സ് ഉണ്ടോ ആ സൈഡ്സിന് ഈക്വൽ ആയിട്ടുള്ള എന്തും ഉണ്ടാവും, വെർട്ടീസസും ഉണ്ടാവും. 2 വെർട്ടീസസ് ജോയിൻ ചെയ്യുമ്പോഴാണ് ഒരു ലൈൻ കിട്ടുന്നത്. 2 വെർട്ടീസസ് ജോയിൻ ചെയ്യുമ്പോഴാണ് എന്ത് കിട്ടുന്നത്, ഒരു ലൈനും കിട്ടുന്നത്. So you are getting a line by joining 2 vertices. Okay. അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻ ഇതല്ല, ട്രയാങ്കിളിന്റെ കേസ് അല്ല പറയുന്നത്. ഞാൻ ഒരു എക്സാമ്പിളാണ് പറഞ്ഞത്. ഇപ്പൊ ഒരു n സൈഡഡ് ആയിട്ട് നമുക്ക് ഇങ്ങനെ പറയാം, n സൈഡഡ് സൈഡ്സ് ഉള്ള ഒരു പോളിഗണിന് n വെർട്ടീസസും ഉണ്ടാവും. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ട്രയാങ്കിളിന് 3 സൈഡ് ഉണ്ട്, 3 സൈഡ് കൊണ്ട് 3 വെർട്ടീസസ് ഉണ്ട്. ഒരു സ്ക്വയർ എടുത്തു കഴിഞ്ഞാൽ അല്ലേ, ഒരു സ്ക്വയർ നിങ്ങൾ എടുക്കുകയാണെങ്കിൽ സ്ക്വയർ ഈസ് എ പോളിഗൺ. ആ പോളിഗണിന് 4 സൈഡ് കൊണ്ട് 4 വെർട്ടീസസും ഉണ്ട്. 2 ലൈൻ ജോയിൻ ചെയ്യുന്ന പോയിന്റിനെയാണ് നമ്മൾ വെർട്ടീസസ് എന്ന് പറയുന്നത്. ഇതിനെ നമ്മൾ ആംഗിൾ എന്നൊക്കെ പറയും. സോ യു നോ ദാറ്റ്. അപ്പൊ ഒരു ബഹുഭുജം എടുത്തു കഴിഞ്ഞാൽ, ഒരു പോളിഗൺ എടുത്തു കഴിഞ്ഞാൽ, ഇഫ് ഇറ്റ് ഈസ് ഹാവിംഗ് n sides, definitely there will be n vertices. Then ആ വെർട്ടീസസ് ജോയിൻ ചെയ്യുമ്പോഴാണ് ഒരു ലൈൻ കിട്ടുന്നത്. When you join 2 vertices, you are getting a line. When you join 2 vertices, you are getting a line. So these 2 vertices form this line. 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 So that can be done in NC2 ways. For example, you are having an n-sided polygon. N-sided polygon, then you can form എത്ര number of lines നമുക്ക് ഉണ്ടാക്കാം. 2 vertices എടുത്തിട്ടാണ് ഒരു ലൈൻ ആക്കുന്നത്. So you are taking 2 points at a time or 2 vertices at a time. So that can be done in NC2 ways. ഈ NC2 waysൽ നമുക്ക് ലൈൻസ് ജോയിൻ ചെയ്യാം. പക്ഷെ അതിനകത്ത് n എന്താണ്, സൈഡ്സ് ആണ്. നമുക്ക് തന്നിരിക്കുന്നത് ഡയഗണൽസ് ആണ് തന്നിരിക്കുന്നത്. 27 ഡയഗണൽസ്. ഡയഗണൽ എന്ന് വെച്ചാൽ ഇതാണ് ഡയഗണൽസ്. ദീസ് ആർ കാൾഡ് ഡയഗണൽസ്. സൈഡ് അല്ലാത്ത വരുന്ന ജോയിനിങ് പോയിന്റ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഡയഗണൽസ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് തന്നിരിക്കുന്നത് ഡയഗണൽസ് ആണ് തന്നിരിക്കുന്നത്. 27 ആണ് തന്നിരിക്കുന്നത്. 27 എന്ന് പറയുന്നത് NC2 മൈനസ് n ആണ്. NC2 ടോട്ടൽ ലൈൻസ് ആണ്. അതിനകത്ത് n എന്ന് പറയുന്നത് സൈഡ്സ് ആണ്. സൈഡ്സ് കുറയ്ക്കുമ്പോൾ കിട്ടുന്നതാണ് എന്തെന്ന് പറയുന്നത്, പോളിഗൺ എന്ന് പറയുന്നത്. So this is the formula. So you have given 27 diagonals. So 27 diagonals നമുക്ക് mathematical ആയിട്ട് എങ്ങനെ നോട്ടേറ്റ് ചെയ്യാം, NC2 minus n. NC2 means total number of lines by joining 2 vertices. Then അതിനകത്ത് n എന്ന് പറയുന്നത് എന്താണ്, diagonals അല്ല. n എന്ന് പറയുന്നത് എന്താണ്, sides ആണ്. So you will have to apply this formula. ഈ ഫോർമുല വേണം നിങ്ങൾ എന്ത് ചെയ്യാനായിട്ട്, അപ്ലൈ ചെയ്യാനായിട്ട്. So we can solve it. ഞാൻ ഇതൊന്ന് മാറ്റിട്ട് നമുക്ക് ഇത് സോൾവ് ചെയ്യാം. So I am stating that NC2 minus n is equal to 27. NC2 minus n is equal to 27. That's clear ആയിട്ടുണ്ട്. So what is NC2? NC2 we can say that n factorial divided by 2 factorial into n minus 2 factorial. Minus n is equal to 27. Okay, so n factorial minus 2 factorial into n minus 2 factorial. അതിനെ നമ്മൾ റെഡ്യൂസ് ചെയ്യുമ്പോൾ, so you are getting n factorial into n minus 1 factorial, n minus 1 factorial into divided by 2. So this is the value you are getting from this
ഫസ്റ്റ് ടേം. ഈ ഫസ്റ്റ് ടേമിൽ നിന്ന് നിങ്ങൾ ഇത് ഡെറൈവ് ചെയ്തെടുക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന വാല്യൂ ഇതാണ് n ഫാക്ടോറിയൽ ഇൻറ്റു n മൈനസ് 1 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ 2. ഇത് മനസ്സിലാവാതെ ഉണ്ട് എങ്കിൽ നമുക്ക് ഡെറൈവ് ചെയ്ത് കാണിക്കാം. What is n factorial? N factorial is equal to n factorial into n minus 1 factorial into n minus 2 factorial into up to n minus n minus 1 factorial. So this is the way. Then 2 factorial, as you know, that is equal to 1 into 2 or 2 into 1. N minus 2 factorial is equal to n minus 2 into factorial n minus 2 into n minus 3 into up to n minus 1. So this n minus 2 up to n minus 1 will get cancelled. So the value will be equal to n factorial into n minus 1 divided by n into n minus 1 divided by 1 into 2. n into n minus 1 divided by 1 into 2. 1 into 2 is equal to 2. Okay. So that is the value. So I am saying that n factorial divided by 2 factorial into n minus 2 factorial is equal to n into n minus 1 divided by 2 minus n is equal to 27. Is equal to 27. Okay. Then I am taking the LCM here. So when you are taking LCM here, the value will be equal to n into n minus 1 can be written as n square minus n square minus n minus 2n divided by 2. N square minus n minus 2n divided by 2 is equal to 27. So that is equal to n square minus n minus 2n is equal to 2 number cross multiply you are getting 54. N square minus n minus 2n is equal to 54. It's equal to 54. So that is equal to n square minus n minus 2n. Minus n minus 2n is equal to minus 3n. Then we are taking 54 here is equal to 0. So I am taking 54 here in the left right hand side. So this is a quadratic equation. This is n square minus 3n minus 54 is equal to 0. This is a quadratic equation form. Riemann samavakyam. So it's the highest factor, highest power here is 2. N square minus 3n minus 54 is equal to 0. So you will have to solve it. This quadratic equation solve ചെയ്യുക. ഇത് സോൾവ് ചെയ്യാനായിട്ട് നമ്മൾ ഇനി ഒരു ക്ലാസ്സിൽ പഠിക്കും. നമുക്ക് ഇനി പഠിക്കാനുള്ള തേർഡ് മൊഡ്യൂളിൽ ആൾജിബ്ര ഉണ്ട്. അപ്പൊ ആൾജിബ്രയിൽ നമ്മൾ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ നമ്മൾ സോൾവ് ചെയ്ത് പഠിക്കുന്നുണ്ട്. എന്നാൽ ഇവിടെ നമുക്ക് ഇത് സോൾവ് ചെയ്യണം. ഇത് സോൾവ് ചെയ്യണമെങ്കിൽ as it is a quadratic equation, the value of n can be calculated as we will have to find out the two numbers. We will have to find out the two factors or numbers whose product is equal to minus 54 and sum is equal to minus 3. So find two numbers having product minus 54 and sum what is called minus 3. Sum രണ്ട് സംഖ്യകൾ തമ്മിൽ ഗുണിക്കുമ്പോൾ ഇതിന്റെ പ്രോഡക്റ്റ് എടുക്കുമ്പോൾ നമുക്ക് 54 കിട്ടണം. അത് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടണം? 3 കിട്ടണം. എങ്കിൽ ആ രണ്ട് സംഖ്യ ഏതൊക്കെയാണ്? ഫോർ എക്സാമ്പിൾ I am taking 9 and 6. 9 and 6. I am taking minus 9 and 6. Minus 9 and 6. So when you multiply minus 9 and 6, what you will get? I will get minus 54. When I take the addition, when you sum it up, what you will get is equal to minus 3. So we can say the numbers are minus 9 and 6. Minus 9 and 6. Okay. So we can say the numbers are n minus 9 and n plus 6. The value are n minus 9 and n plus 6. Therefore, when you are calculating the value n minus 9 is equal to 0, we can say n is equal to 9. N is equal to 9. N plus 6 is equal to 0 എടുത്തു കഴിഞ്ഞാൽ minus 6 കിട്ടും. മൈനസ് ഒരിക്കലും വരത്തില്ല, സൈഡ്സിന് മൈനസ് വാല്യൂ വരത്തില്ല. സോ യു വിൽ ഹാവ് ടു അവോയ്ഡ് ദിസ്. 6 എന്നുള്ളത് എടുക്കാൻ പറ്റില്ല. n is equal to minus 6 എന്നാണ് വരുന്നത്.
-6 സൈഡ്സ് വരത്തില്ല. സോ വി ആർ ടേക്കിംഗ് ദ ഫസ്റ്റ് ഫാക്ടർ ദാറ്റ് ഈസ് ഈക്വൽ ടു 9. ഈ രീതിയിൽ ഇതിനെ എന്ത് ചെയ്യുക, സോൾവ് ചെയ്യുക. അപ്പൊ നമുക്ക് ഇങ്ങനെ പറയാം, 27 ഡയഗണലുള്ള ഒരു പോളിഗണിന് 9 സൈഡ്സ് ഉണ്ടാവും. 27 ഡയഗണലുള്ള ഒരു പോളിഗണിന് എത്ര സൈഡ്സ് ഉണ്ടാവും? 9 സൈഡ്സ് ഉണ്ടാവും. 27 ഡയഗണലുള്ള ഒരു പോളിഗണിന് 9 സൈഡ്സ് ഉണ്ടാവും. സോ ദാറ്റ് ഈസ് വെരി ക്ലിയർ. അപ്പൊ ഈ രീതിയിൽ വേണം നമുക്കത് സോൾവ് ചെയ്യാനായിട്ട്. ഓക്കെ, അതുകൂടെ നിങ്ങളൊന്ന് ചെയ്യുക.